ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് പോണോ? എങ്ങനെ പോണു നിങ്ങളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ? നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇതുവരെ സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് ഒന്നും ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഐഡിയാസ് ഒക്കെ ചേർത്ത് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു 4 സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് കാണാവേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പെൻസിൽ ടോപ്പേഴ്സ് ചെയ്തെടുക്കാവേ. ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫോം ക്ലേ ആണ് കേട്ടോ. ഫോം ക്ലേ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഓൾറെഡി കളേർഡ് ആണല്ലോ. മറ്റേത് നമ്മൾ വേറെയുള്ള ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പെയിന്റ് അടിക്കേണ്ടി വരും. എത്ര പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോം ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് ക്ലേ യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫോം ക്ലേ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതുമല്ല, മറ്റുള്ള ക്ലേനെ അപേക്ഷിച്ച് ഇത് ഭയങ്കര എന്താ പറയാ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്കും കൂടിയും ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പെൻസിൽ ടോപ്പർ സ്ട്രോബെറിയുടേതാണ് കേട്ടോ. സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ഒരു പിൻട്രസ്റ്റി വൈബാണല്ലോ, അപ്പോൾ അത് വിട്ടിട്ടൊരു കളിയില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ സ്ട്രോബെറി ടോപ്പറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫോം ക്ലേ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു കളറിന്റെ ഡാർക്ക് ഷെയ്ഡാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ വേറെയുള്ള കളർ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ് കിട്ടുമേ. ഈ ഒരു സ്ട്രോബെറി നമ്മൾ ചെയ്യുന്ന സമയത്തും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറാണല്ലോ ഈ ഒരു സെറ്റിൽ വരുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഒരല്പം ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടിയത് കേട്ടോ. പിന്നെ സ്ട്രോബെറിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്, അതിന്റെ സീഡ്സ് ഒക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ അക്രലിക് കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ടോപ്പർ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ വാട്ടർമെലൺ ആണ്. ഇതും ആ ഒരു കളർ കോമ്പോയിൽ വരുന്ന ഒരു ഫ്രൂട്ട് ആണല്ലോ. ഈ വാട്ടർമെലന് ശരിക്കും പല നാട്ടിലും പല പേരാണ്. ഞങ്ങൾ ഇവിടെ ചക്കരമത്ത എന്നാണ് പറയാറ്, ചില അവിടെ വത്തക്ക എന്നും പറയുന്നത് കേൾക്കാവേ. ചിലയിടത്തൊക്കെ തണ്ണിമത്തൻ എന്നും പറയണത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ഈ ഒരു ഐറ്റത്തിന് എന്താ പറയാന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണേ. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ടോപ്പേഴ്സിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കുറച്ച് മെനക്കേടായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു തണ്ണിമത്തൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്ലാക്ക് അക്കർലിക് കളർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടി പിടിച്ച കാരണം ഞാൻ നമ്മുടെ കണ്ണൊക്കെ എഴുതുന്ന ഡാസ്ലറിന്റെ കണ്ണ് എഴുതുന്ന ഐറ്റില്ലേ, ആ ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഇതിന് അതിന്റെ സീഡ്സ് ഒക്കെ വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ പേടിക്കണ്ട, ഈ ഒരു ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നു വിചാരിച്ചിട്ട് അങ്ങനെ കളയാതെ വെച്ചതാണ്. ഇനി അതിന്റെ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരു ക്രാഫ്റ്റ് ഐഡിയാസ് നോക്കാവേ. അപ്പോൾ അത് ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത പെൻസിൽ ടോപ്പർ പൈനാപ്പിൾ ആണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള 3 ഐറ്റവും നമ്മുടെ ഫ്രൂട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നാലാമത് ഞാനൊരു ഡോണറ്റ് ചെയ്തെടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതേ ഇത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ 4 പെൻസിൽ ടോപ്പേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് പറയണേ. ഇനി നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ DIYയിലേക്ക് പോവാട്ടോ. രണ്ടാമതായി നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഒരു ടു ഡു ലിസ്റ്റ് ആണ്. ഇത് ഞാൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഇത്രയും ഭംഗിയായിരിക്കും എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ലേ. ചെയ്തെടുത്ത് വന്നപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടേ. ഇനിയിപ്പോ നിങ്ങളുടെ സ്കൂളിലത്തെ ഓരോരോ ഹോം വർക്ക്സ് ആയിക്കോട്ടെ, അതല്ല നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്തെടുക്കാനുള്ള ഓരോ കാര്യങ്ങളായിക്കോട്ടെ,
ഇതിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കില്ലല്ലോ. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊരു വേറെ ലെവൽ തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാർഡ്ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കുമേ. ഇനിയിപ്പോൾ ഇതിനൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാപ്പി കളറാണ് വേണ്ടിയത്. അത് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ റെഡ് കളറും അതിലേക്ക് ഒരല്പം ബ്ലാക്ക് കളറും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗൺ കളർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ക്യൂട്ട്നെസ്സിന് ഒട്ടും കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതിനൊരല്പം ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയും ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇതിന് വൈറ്റ് കളറിൽ ഒരു 2 വര വരക്കാൻ വേണ്ടി പോയതാണ്. അത് ഭയങ്കര കട്ടിയായതുകൊണ്ട് തന്നെ അതാകെ കൊളായി. പിന്നെ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ബ്രൗൺ കളർ അവിടെയും ഇവിടെയും വാരി തേക്കുന്നുണ്ട്. അത് ഏകദേശം കൊളാക്കിയിട്ടുണ്ട്. ഇതിനെ ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട് മുഖത്തൊരു മാന്ത് കിട്ടിയ പോലെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് പേപ്പേഴ്സ് ഇതുപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് അതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ടു ഡു ലിസ്റ്റ് എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ചെയ്യണുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവേ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ടു ഡു ലിസ്റ്റിന്റെ സംഭവമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയണേ. ഇനി നമുക്ക് അടുത്ത DIYയിലേക്ക് പോവാവേ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഒരു മെർമെയ്ഡ് പെന്നാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള പെന്നൊന്നും ആരെടുത്തും ഞാൻ കണ്ടിട്ടില്ലേ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള പെന്നും പെൻസിൽസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പെന്നും ഞാൻ നമ്മുടെ ഫോം ക്ലേ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതും നല്ല കളർഫുൾ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ ഷെയ്ഡും ഇതുപോലെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ പിങ്ക് കളറും അതുപോലെ യെല്ലോ കളറും വയലറ്റ് കളറും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു പെന്നിന്റെ ടോപ്പിലായിട്ട് നമ്മുടെ മെർമെയ്ഡിന്റെ വാലൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ പെന്ന് ലാസ്റ്റ് ഞാൻ കുറച്ച് മെറ്റാലിക് പൗഡറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ പെന്ന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് DIYയിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ കുറച്ച് പിൻട്രസ്റ്റി വൈബിൽ വരുന്ന കുറച്ച് ബുക്ക് മാർക്കാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബുക്ക് മാർക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവേ. പക്ഷെ കാണാൻ നല്ല രസമാണ്.
സ്ട്രോബെറീസിൻ്റെയും ചെറീസിൻ്റെയും ഒരു തീമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ബുക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത്രയും ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബുക്ക് മാർക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.